എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈദാണ്. അപ്പം ഈദായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അൽമൗജിൽ വന്നിട്ടുണ്ട്. അൽമൗജിൽ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. ഫ്ലാറ്റ്സ് ഉണ്ട്, വില്ലാസ് ഉണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്, ബോട്ട് റൈഡ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, വരും. ഇവിടെ നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഈദുമായിട്ട് സംബന്ധമായിട്ടുള്ള ലൈറ്റാണ്. കുറച്ച് കഴിയുമ്പം ഈ ലൈറ്റെല്ലാം ഓണാവും. അപ്പം വളരെ ഭംഗിയാണ്. ഇത് വളരെ തിരക്കാണ്, ഒത്തിരി ആൾക്കാരുണ്ട് ഈദ് സംബന്ധിച്ച്. ഇത് ആ എൻട്രൻസ് ആണ്. ഞാനും എൻ്റെ മകളുടെ 2-3 ഫ്രണ്ട്സുമായിട്ടാണ് ഇവിടെ എല്ലാം കറങ്ങാനായിട്ട് വന്നത്. ഈ അൽമൗജ് മസ്കറ്റ് എന്ന് പറയുന്നത് ഒമാൻ്റെ തന്നെ വളരെ പ്രൗഡായിട്ടുള്ള മോസ്റ്റ് പ്രിവിലേജിയസ് അഡ്രസ്സാണ്. സൂപ്പർ ഹോംസാണ്, ഓഷൻ ഫ്രണ്ടായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ്, ചാലറ്റ്സ്, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ പലതും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താമസിക്കുന്നവർക്ക് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഉള്ളത്. അതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. എന്ത് പറയാനാ? ജെറിൻ, ശ്രീഷ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി കൊട കാണാൻ പോവാം. കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നല്ല ഫ്രാൻസോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ടൈപ്പ് വേ ആയിട്ടാണ് തോന്നുന്നത്. ഇവിടെ വളരെ നല്ല റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെ കൂടെ ഒത്തിരി നല്ല ഇവൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് കാറിൻ്റെ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. പലതരം കാറിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. പല മോഡലിലായിട്ടുള്ള കാറിൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് വീഡിയോസ് എടുത്തു, പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇവിടെ കുറേ വില്ലാസ് ഉണ്ട്. അതൊക്കെ വില്ലാസാണ്. പിന്നെ ബാക്കിൽ കാണുന്ന കുടകളുണ്ടല്ലോ, അത് എല്ലാവർക്കും ഒരു ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഒരു സ്പോട്ടാണ്. നിറയെ കുടകൾ നിരത്തി വെച്ചിട്ടുള്ള ഭാഗം. ഇതായതുകൊണ്ട് ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവർക്കും കാഴ്ചകളൊക്കെ കണ്ട് നല്ലപോലെ ഫുഡൊക്കെ കഴിക്കാൻ സാധിക്കും. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. വളരെ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ മഴ ചാറി തുടങ്ങി. ഇനി ചൂടിൻ്റെ കാലം വരികയാണ്. അത് അറിയിച്ചിട്ട് കൊണ്ടാണ് ഈ മഴ വരുന്നത്. പക്ഷേ ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ വലുതായിട്ട് പെയ്യാതിരുന്ന് കൊള്ളായിരുന്നു. ഇതാ നമ്മൾ പറഞ്ഞ കുട. ഇവിടെ ഇങ്ങനെ കുട നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 2-3 കളറിൽ കുറേ കുടകളുണ്ട്. ഈ ഒരു വഴി മുഴുവൻ ഈ കുടകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറേ നടന്നു. അപ്പോൾ നല്ല കാലൊക്കെ വേദന എടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിൽ ഇവിടെ ഇരിക്കുകയാണ്. ഈ അച്ചുവിൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കുറേയൊക്കെ നോക്കാനും കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. പ്ലേ ഏരിയയിൽ വന്ന ആളുകളൊക്കെ വളരെ ഉല്ലാസത്തോടു കൂടി ഓരോ ഗെയിം കളിക്കുന്നുണ്ട്. കുട്ടികളും അതുപോലെ വളരെ ഹാപ്പി ആയിട്ട് അവർ ഓരോ ഗെയിമിൽ ഏർപ്പെടുന്നുണ്ട്. ഇവിടെ കുറേ ആളുകൾ അവർ വളരെ രസകരമായി അവരെ സ്ട്രെങ്ത് കാണിക്കുന്ന രീതിയിൽ ഈ പഞ്ചിങ്ങിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട്. വളരെ എനർജറ്റിക്കായിട്ടാണ് അവരത് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് ഈ കുടകളുടെ വീതികൾ കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നിലോട്ട് നടന്നു. ഈ ഒരു ഏരിയ വളരെ ഭംഗിയാണ്. ഒത്തിരി പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഇവിടെ ലൈറ്റെല്ലാം ഓണായി. വളരെ ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റ് ഇട്ടപ്പം നേരത്തെ ഉള്ളതിനെയും കാട്ടി വളരെ അധികം
ഭംഗിയായിട്ടുണ്ട്. ലൈറ്റൊക്കെ, ഈ ലൈറ്റ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഷർറാന്തല് വളരെ രസമുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. സാധാരണ ഞങ്ങൾ ഇവിടെ വരുമ്പം വലുതായിട്ട് ആൾക്കാരുണ്ടാവില്ല. കുറേ യൂറോപ്യൻസും വൈറ്റ് അറബ്സും പിന്നെ കുറച്ച് ഒമാനികളും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇത്രത്തോളം തിരക്കൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ന് പക്ഷേ എല്ലാവരും ഉണ്ട്. പാകിസ്ഥാനികൾ, ബംഗ്ലാദേശ്, ഇന്ത്യൻസ്, അങ്ങനെ നിറയെ ആൾക്കാരാണ്. അങ്ങനെ എല്ലാ നാഷണാലിറ്റീസും ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. എല്ലാവരെയും കാണാം, ഒത്തിരി ആൾക്കാരെ കാണാം. ഇത് മോളുടെ ഫ്രണ്ട്സ് ആണ്. അപ്പോ എങ്ങനെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? എന്റെ പേര് ശ്രീഷ, വീട് കണ്ണൂരാണ്. ഞാൻ സൗഭാഗ്യ ചേച്ചിന്റെ ജൂനിയർ ആയിട്ട് അമൃതയിൽ പഠിച്ചതാണ്. ഇവിടെ മസ്കറ്റിൽ എന്ത് ചെയ്യുന്നു? മസ്കറ്റിൽ ഞാൻ SQH വർക്ക് ചെയ്യുക, എക്കോ കാർഡിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുക. എന്റെ പേര് ജെറിൻ ബിന്നി, എന്റെ വീട് തൊടുപുഴയാണ്. സൗഭി ചേച്ചിയുടെ ഈ ചേച്ചിയുടെ ജൂനിയർ ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അമൃതയിലാണ് പഠിച്ചത്. ഇവിടെ SQH ന്യൂറോ ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിലാണ് ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മളൊന്ന് ഔട്ടിംഗ് ആയിട്ട് പോകുന്നത്. നാട്ടിലെവിടെയാണ്? തൊടുപുഴ. കണ്ണൂര്, തൊടുപുഴ, ട്രിവാൻഡ്രം, എല്ലാവരും. ഒരാളും കൂടെ ഉണ്ട്, ആളിനെ കൂടെ പരിചയപ്പെടാം. ക്യാമറയുടെ ബാക്കിൽ നിൽപ്പുണ്ട്. എൻ്റെ പേര് അനന്തു. ഞാൻ ഇവിടെ ട്രേഡ് ലിങ്ക്സിലാണ് വർക്ക് ചെയ്യണത്. നാട്ടിലെ തൊടുപുഴയാണ്. അപ്പോൾ ചേച്ചിയുടെ കോമൺ ഫ്രണ്ട് ആയിട്ട് വരും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? ഓക്കെ. ഇത് ഞാനിപ്പോൾ അൽമൗജുവിൻ്റെ മെറീനയിലാണ് നിൽക്കുന്നത്. ഇവിടെ ധാരാളം ബോട്ടുകളും യാച്ച്, ഡോ എന്നിവ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മോള് സൗഭാഗ്യ ഇവിടെ നിന്ന് ബോട്ട് റൈഡിന് പോയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇവയെല്ലാം. രാത്രി ആയതിനാൽ ബോട്ടെല്ലാം നിരനിരയായി കിടക്കുന്നത് കാണാം നമുക്ക്. ഈ വില്ലാസ് എല്ലാം ഈ ബീച്ചിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ആ ദൂരെ കാണുന്ന ഫ്ലാറ്റെല്ലാം ഈ കടലിനെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ രാത്രിയുടെ തുടക്കത്തിലും നിറയെ ദീപാലങ്കൃതമായ ഈ സ്ഥലം നല്ല തിരക്കുള്ളതായി കഴിഞ്ഞു. ഇവിടെ ഒത്തിരി പേർ വന്ന് കണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. പുതുതായിട്ട് ഓരോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കുറേ ആൾക്കാർ ഇത് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചില സ്ഥലങ്ങൾ കയ്യേറി അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ലൈറ്റ് കണ്ടോ, നല്ല രസമായി ലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സർറാന്തൽ. പക്ഷേ ഇത് ചെറുതാണ്, 3 എണ്ണം ഉള്ളത്. 5, 7, 9 അങ്ങനെ പല തരത്തിലുണ്ട്. ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത് വളരെ ഭംഗിയാണ് അവ കാണാൻ. ഇവിടെ ട്രഡീഷണലായിട്ടുള്ള ജ്വല്ലറിയും മറ്റുമൊക്കെയാണ്. അപ്പം ഇയാൾ ട്രഡീഷണലായിട്ട് അവിടുത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് ആ ബെൽറ്റും വാളും ഒക്കെ. നേരം ഒത്തിരി വൈകി, അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങി. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ കാറിലും അവർ 3 പേരും മറ്റേ കാറിലുമായിരുന്നു, അവരുടെ കാറിലും. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്, ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ മനം കവരുന്ന കാഴ്ചകളും സന്തോഷം നിറഞ്ഞ സംഭാഷണങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വിട പറയുകയാണ്. ദീപാലങ്കൃതമായി അത് വീണ്ടും അങ്ങനെ നിൽക്കുന്നു. ഇപ്പോഴും ഒത്തിരി ആളുകൾ, നിറയെ കാറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക്, അടുത്തൊരു ബീച്ചിലേക്ക് നമ്മൾ പോയി. അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നമുക്ക് അത് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. എന്റെ പൊന്നെ, എന്ത് സ്മെല്ലാമേ. ചിക്കൻ കറി, ഫ്രൈഡ് റൈസ്, ഇത് പുട്ട്, ഇത് എന്റെ പനീർ ആൻഡ് സാലഡ് ഡ്രസ്സിങ്ങിന് അച്ഛൻ്റെ ആണ്, സൗഭാഗ്യയുടേതാണ്. ഇത് ആരുടെ? ശ്രുതിയോ? ശ്രീഷയുടെ പപ്പടം, പപ്പടം, പിന്നെ ജ്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മിക്സിംഗ് തുടങ്ങാം. ഇതിന്റെ മിക്സിംഗ് തുടങ്ങാം.
എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെജും പനീറുമായിട്ടുള്ള സാലഡാണ്. എനിക്ക് ചിക്കൻ പറ്റില്ലല്ലോ, അപ്പൊ എനിക്ക് മാക്സിമം സാലഡ് പ്ലെയിൻ പ്ലേറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. ഞാൻ കണ്ടില്ല, ഞാൻ അതാ ചോദിച്ചു. കുഴപ്പമില്ല, അപ്പൊ എന്തായാലും സെപ്പറേറ്റ് നോക്കിക്കോ. എന്താ ലൈറ്റ് കാണിക്കോ? ആ ഒന്ന് കഴിക്കും. സാലഡ് ഡ്രസ്സിങ് നീ തയ്ച്ചിടൂ വീഡിയോ കിട്ടാൻ കിട്ടിയാ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസ് മൊത്തം എടുക്കും. ഞാൻ ഒരു ഫ്ലൈറ്റിൽ കയറിപ്പോ എനിക്ക് മൊത്തം അയച്ചത്. ഒരുമാതിരി ഇതായിപ്പോ സോഫ്റ്റ് ആയിപ്പോ. അതാണ് നമ്മളെല്ലാം എനിക്ക് കസാരയോടും മേടിച്ചു ഇതാ സുഖം. അല്ല, ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കാൻ. ഇരിപ്പല്ലേ ബീച്ച് കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കാം. അല്ല, ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടം. അപ്പൊ എല്ലാരും മുഖത്തൊന്ന് അടിച്ചു തരുമോ? തിരിച്ച് അവളുടെ മൊത്തം കടിച്ച എച്ചിരി ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ സൗഭാഗ്യ ചേച്ചിയുടെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യലാണ്. ഇത് ചിക്കൻ, ഇത് ചേച്ചി ഉണ്ടാക്കിയ പനീർ സാലഡ്, ഇത് ഫ്രൈഡ് റൈസ്, ആന്റി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ്. നോക്കട്ടെ, ഞാൻ കഴിക്കട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് കൊതിയായിട്ട് വയ്യ. എന്താ അടിപൊളി. ഈ പപ്പടുണ്ടോ? അടിപൊളി, ഒരു രക്ഷയില്ല. സാലഡ് ട്രൈ ചെയ്യട്ടെ. സാലഡ് അടിപൊളി. ഇത് പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഉണ്ടാക്കിയ കോഴിക്കോട് ഇത് ഞാൻ ഉണ്ടാക്കിയ കോളിഫ്ലവർ ആണ്, അതുകൊണ്ട് പറയല്ല. കഴിക്കടാ. അടിപൊളി. മതി. മതിയാക്കി. പപ്പടം കൂട്ടി, പപ്പടം ഉണ്ട്, പപ്പടം, പിന്നെ കുറച്ച് ചിക്കൻ കറി, പിന്നെ സാലഡ്, പിന്നെ ഒരു കോളിഫ്ലവർ ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. അടിപൊളി. ഇതിലാണ് സൂപ്പറാണ്, ഒന്നും പറയാനുള്ള മാർവല്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് വളരെ സന്തോഷമായി. നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ടായി? ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇരുന്ന് അപ്പം ഹാപ്പി അല്ലേ? ഹാപ്പി. ഉറപ്പായിട്ടും അത്ര ഇഷ്ടങ്ങൾ ബാക്കി ഇട്ട് വരും. ഓക്കെ, എന്നാ ബൈ ബൈ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.